ലളിതഗാനങ്ങളുടെ ചക്രവർത്തി MG രാധാകൃഷ്ണൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് 14 വർഷം. ദക്ഷിണേന്ത്യൻ നാടകവേദികളിലേറെ ശ്രദ്ധേയനായിരുന്ന സംഗീതജ്ഞൻ മലബാർ ഗോപാലന്റെയും ഹരികഥാ കലാക്ഷേപകാരിയായിരുന്ന കമലാക്ഷി മാരസ്യാരുടെയും മൂത്ത മകനായി 1940 ജൂലൈ 29 മാവേലിക്കര താലൂക്കിലെ ഹരിപ്പാടായിരുന്നു MG രാധാകൃഷ്ണന്റെ ജനനം. ഹരിപ്പാട് ബോയ്സ് സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസവും ആലപ്പുഴ SD കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും പൂർത്തിയാക്കിയ അദ്ദേഹം വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ സംഗീതത്തോട് അതിയായ ആത്മബന്ധം പുലർത്തിയിരുന്നു. തിരുവനന്തപുരം സ്വാതി തിരുനാൾ അക്കാദമിയിൽ നിന്ന് ഗാനഭൂഷണത്തിൽ ബിരുദം നേടിയ അദ്ദേഹം കേരളത്തിനകത്തും പുറത്തുമായി നിരവധി സംഗീത കച്ചേരികൾ നടത്തിയിട്ടുണ്ട്. 1962 മുതൽ 2000 വരെ ആകാശവാണിയിൽ ജീവനക്കാരനായിരുന്ന കാലത്ത് അദ്ദേഹം ചിട്ടപ്പെടുത്തിയ ലളിതഗാനങ്ങൾ കലോത്സവ വേദികളിൽ ഇന്നും ആലപിക്കപ്പെടുന്നവയാണ്. 1969 റിലീസായ കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിലെ ഉണ്ണി ഗണപതിയെ എന്ന ഗാനത്തിലൂടെ പിന്നണി ഗാനരംഗത്തേക്ക് ചുവടുവെച്ച അദ്ദേഹം പിന്നീട് 1978 റിലീസായ തമ്പെന്ന ചിത്രത്തിലൂടെ സംഗീത സംവിധാന രംഗത്തേക്ക് കടന്നു. ചാമരം, ഞാൻ ഏകനാണ്, ജാലകം, രാക്കുയിലിൻ രാധസദസ്സിൽ, ഐത്തം, ദേവാസുരം, മിഥുനം, അഗ്നിദേവൻ, രക്തസാക്ഷികൾ സിന്ദാബാദ്, കണ്ണെഴുതി പൊട്ടും തൊട്ട് തുടങ്ങി 80ലധികം സിനിമകൾക്കാണ് അദ്ദേഹം ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ദേവാസുരത്തിലെ വന്ദേ മുകുന്ദഹരയും മണിച്ചിത്രത്താഴിലെ പലവട്ടം പൂക്കാലവും, അച്ഛനെയാണ് എനിക്കിഷ്ടത്തിലെ ശലഭം വഴിമാറുവാനും അങ്ങനെ MG രാധാകൃഷ്ണന്റെ സ്പർശം പതിഞ്ഞ ഗാനങ്ങളൊക്കെ മലയാളികൾ പിന്നീട് അങ്ങോട്ട് മൂളി നടന്നു. KS ചിത്ര, G വേണുഗോപാൽ, KS ബീന, അരുന്ധതി തുടങ്ങിയ ഒട്ടേറെ ചലച്ചിത്ര പിന്നണി ഗായകരെ മലയാള സംഗീത ലോകത്തേക്ക് ആദ്യമായി കൈപ്പിടിച്ചുയർത്തിയതും MG രാധാകൃഷ്ണൻ തന്നെയായിരുന്നു. 2001 അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന ചിത്രത്തിനും 2006 അനന്തഭദ്രം എന്ന ചിത്രത്തിനും മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തി. 1993 പുറത്തിറങ്ങിയ ദേവാസുരം എന്ന ചിത്രത്തിൽ അദ്ദേഹം തന്നെ സംഗീത സംവിധാനം ചെയ്തു പാടിയ വന്ദേ മുകുന്ദഹരെ എന്നൊരൊറ്റ ഗാനം തന്നെ മതിയാവും MG രാധാകൃഷ്ണൻ എന്ന മനുഷ്യനെ രേഖപ്പെടുത്തി വയ്ക്കാൻ. സംഗീതം കൊണ്ട് നമ്മെ അന്നും ഇന്നും വിസ്മയിപ്പിക്കുന്ന, എത്ര കേട്ടാലും മതി വരാത്ത ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച MG രാധാകൃഷ്ണൻ എന്ന അതുല്യ പ്രതിഭയ്ക്ക് 1000 സ്മരണാഞ്ജലികൾ.